ഹായ് ഓൾ, വെൽക്കം ടു ഇൻഡസ് ടോക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു പ്രധാന ഭാഗമാണ് കൺസൾട്ടേഷൻ. ഈ കൺസൾട്ടേഷൻ എന്ന് പറയുന്ന ഭാഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ എളുപ്പമായിട്ടുള്ളൊരു ഭാഗമാണെന്നുണ്ടെങ്കിലും സ്വതവേ കുട്ടികൾക്ക് കൺഫ്യൂഷൻ, ചില പ്രോബ്ലംസ് റീഡ് ചെയ്യുമ്പോൾ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതിൽ ഗൈഡ് ലൈൻസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം, ഒപ്പം അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പ്രോബ്ലംസും സോൾവ് ചെയ്യാം. ആദ്യമായി നമുക്ക് എന്താണ് കൺസൾട്ടേഷൻ എന്ന് നോക്കാം. കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സർവീസ് ആണ്. പേഷ്യൻറ്റിനെ പരിശോധിക്കുന്ന ഡോക്ടർ മറ്റൊരു ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്യാണ് പേഷ്യൻറ്റിനുള്ള കണ്ടീഷനെ കുറിച്ചിട്ട് എന്തെങ്കിലും പ്രത്യേകമായ കാര്യങ്ങൾ ഒന്ന് അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊന്ന് റിക്വസ്റ്റ് ചെയ്യണം. ഇന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യണം, അതിൻ്റെ റിപ്പോർട്ട് തിരിച്ച് സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റെക്കമെൻഡ് ചെയ്യുക, ആ റിക്വസ്റ്റ് നമ്മളുടെ ഈ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ഫിസിഷ്യൻ ആളെ അക്സെപ്റ്റ് ചെയ്യുക, അതിന്മേൽ ആൾ പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തുക, അതിൻ്റെ റിപ്പോർട്ട് തിരിച്ചയക്കുക. അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുന്നത്. അഥവാ നമുക്ക് RRR എന്നതിനെ പറയാൻ പറ്റും. അഥവാ റിക്വസ്റ്റ് ചെയ്യാം, റെൻഡറിങ് സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുക, അതിനനുസൃതമായിട്ടുള്ള റിപ്പോർട്ട് തിരിച്ച് സബ്മിറ്റ് ചെയ്യുക. ഇത് ഈ സൈക്കിൾ കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമ്മുടെ കൺസൾട്ടേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതായത് ഒരു ഫിസിഷ്യൻ റിക്വസ്റ്റ് ചെയ്യുന്നത് പ്രകാരം നമ്മൾ മറ്റൊരു ഫിസിഷ്യനെ പോയി കാണുമ്പോഴാണ് അത് എന്തായി മാറുന്നത്, കൺസൾട്ടേഷൻ ആവുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു കേസാണല്ലോ പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കെയർ ടേക്കേഴ്സിൻ്റെയോ ആരുടെയെങ്കിലും താല്പര്യപ്രകാരം പേഷ്യൻ്റ് പോയിട്ട് മറ്റൊരു ഡോക്ടറെ കാണാം. അതൊരിക്കലും കൺസൾട്ടേഷൻ ആവുന്നില്ല, അതൊരു ഓഫീസ് വിസിറ്റിന് ഈക്വലൻ്റേ ആവുന്നുള്ളൂ. കാരണം സ്വന്തം ഇഷ്ടപ്രകാരം ആണ് അവിടെ പോയിട്ട് മറ്റൊരു ഡോക്ടറെ കാണുന്നത്. കൺസൾട്ടേഷൻ്റെ ഭാഗത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോഡിഫയർ ആണ് മോഡിഫയർ 32. അതായത് ഇപ്പോൾ ഒരു തേർഡ് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഒരു മാൻഡേറ്റഡ് സർവീസ് ആയിട്ടാണ് ഇവിടെ കൺസൾട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മോഡിഫയർ 32 ആ ഒരു സർവീസിൻ്റെ കൂടെ അപ്പെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. മെയിനായിട്ട് കൺസൾട്ടേഷൻ കോഡുകളിലേക്ക് വന്നു കഴിയുമ്പോൾ രണ്ട് രീതിയിലാണ് കൺസൾട്ടേഷൻ കോഡുകൾ നമുക്ക് വരുന്നത്. OP കൺസൾട്ടേഷനും ഉണ്ട്, അതുപോലെ തന്നെ IP കൺസൾട്ടേഷനും ഉണ്ട്. അതിൽ OP കൺസൾട്ടേഷൻ കോഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം 99242 മുതൽ 99245 വരെയാണ് വരുന്നത്. ഇത് കോഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ടൈമാണ് പേഷ്യൻറ്റും ഡോക്ടറും തമ്മിൽ മീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വാലുവേഷൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ എന്താണ് MDM അഥവാ മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ്, ഈ രണ്ട് കാര്യങ്ങൾ ആസ്പദമായിട്ടുള്ള കോഡുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുപോലെ സിമിലർ ആണ് അവിടെ ഇൻ പേഷ്യൻ്റ് കൺസൾട്ടേഷൻ്റെ കേസിലായാലും നമുക്ക് കോഡുകൾ എന്ന് പറയുന്നത് തന്നിട്ടുള്ളത് ഈ ഒരു MDMൻ്റെയും ടൈമിൻ്റെയും ബേസിസിൽ തന്നെയാണ്. ഇതിൻ്റെ പ്രൊലോങ്ഡ് സർവീസിന് നമുക്കിപ്പോൾ ഒരു അപ് ടു 70 മിനിറ്റ്സ് ഓർ ലോങ്ങർ ആണ് നമുക്ക് വരുന്നതെങ്കിൽ പ്രൊലോങ്ഡ് സർവീസിന് നമ്മളുടെ OP കൺസൾട്ടേഷനിലും അതുപോലെ തന്നെ 95 മിനിറ്റ്സ് ഓർ ലോങ്ങറിന് നമുക്ക് പ്രൊലോങ്ഡ് സർവീസിൻ്റെതായ കോഡുകൾ IP കൺസൾട്ടേഷൻ്റെ ഭാഗത്തും ലഭ്യമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു തവണ നമ്മളൊരു ഡോക്ടറെ അടുത്ത് കൺസൾട്ടേഷന് പോയി കഴിഞ്ഞാൽ വീണ്ടും ഫോളോ അപ്പിന് ആ ഡോക്ടറെ തന്നെ കാണാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും കൺസൾട്ടേഷൻ ആവുന്നില്ല. ആ രണ്ടാമത്തെ ഫോളോ അപ്പ് സർവീസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഓഫീസ് വിസിറ്റിലെ എസ്റ്റാബ്ലിഷ്ഡ് സർവീസിന് ഈക്വലൻ്റ് ആയിട്ടുള്ള കോഡുകൾ വേണം നമ്മൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട്. മറ്റൊരു പ്രധാന പോയിന്റാണ് ഇവിടെ ട്രാൻസ്ഫർ ഓഫ് കെയർ എന്ന് പറയുന്നത്. അതായത് സർവീസസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ട്രാൻസ്ഫർ ഓഫ് കെയർ ദാറ്റ് ഈസ് ആർ പ്രൊവൈഡഡ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ് പേഷ്യൻസ് എൻറ്റയർ കെയർ ഓർ ദ കെയർ ഓഫ് സ്പെസിഫിക് കണ്ടീഷൻ ഓർ പ്രോബ്ലം ആർ റിപ്പോർട്ടഡ് വിത്ത് ദ അപ്രോപ്രിയേറ്റ് ന്യൂ ഓർ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റ് കോഡ്സ് ഫോർ ദ ഓഫീസ് ഓർ അതർ ഔട്ട് പേഷ്യൻറ്റ് വിസിറ്റ്സ് അല്ലെങ്കിൽ ഹോം റെസിഡൻറ്റ് സർവീസസ്. ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് കൺസൾട്ടേഷന് വേണ്ടിയിട്ടല്ല വിടുന്നത്, ജസ്റ്റ് ഒരു ട്രാൻസ്ഫർ ഓഫ് കെയർ എന്നാണ്. അതായത് പേഷ്യൻറ്റിനെ പരിശോധിക്കുന്ന ഡോക്ടർ മറ്റൊരു ഡോക്ടറുടെ അടുത്തേക്ക് നമ്മൾ പേഷ്യൻറ്റിനെ ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണ്, ഒരു സ്പെസിഫിക് കണ്ടീഷൻ എന്തെങ്കിലും ട്രീറ്റ് ചെയ്യാൻ. അതിന്മേൽ റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും അങ്ങനത്തെ ഒരു നിർദ്ദേശങ്ങളൊന്നും പറയുന്നില്ല ഇവിടെ. അപ്പോൾ ജസ്റ്റ് ട്രാൻസ്ഫർ ഓഫ് കെയർ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നതെങ്കിൽ അതൊരിക്കലും കൺസൾട്ടേഷൻ അല്ല. ഒരു ഡോക്ടർ മറ്റൊരു ഡോക്ടറുടെ അടുത്തേക്ക് ട്രാൻസ്ഫർ ഓഫ് കെയറിന് വേണ്ടിയിട്ടാണ് ഒരു സ്പെസിഫിക് കണ്ടീഷൻ മേൽ വിടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള OP സർവീസുകൾക്ക് ഈക്വലൻ്റ് ആയിട്ട്, അഥവാ നമ്മൾ ന്യൂ ഓർ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റിൻ്റെ കോഡുകൾക്ക് അനുസൃതമായിട്ട് ഓഫീസ് വിസിറ്റിൻ്റെ കോഡുകളിൽ നിന്ന് വേണം എടുത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ പറഞ്ഞ ഗൈഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രോബ്ലംസ് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യനിൽ
ഈ പേഷ്യൻറ്റിൻ്റെ പ്രൈമറി കെയർ ഫിസിഷ്യൻ ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്, ട്രാൻസ്ഫർ ഓഫ് കെയറിന് വേണ്ടിയിട്ട് വിട്ടിരിക്കുകയാണ്. ഓക്കെ, ആളുടെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒന്ന് സ്റ്റഡി ചെയ്യുന്നതിന്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് തിരിച്ച് അദ്ദേഹത്തെ പരിശോധിക്കുകയും റിപ്പോർട്ട് തിരിച്ച് നമ്മുടെ PCPക്ക് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആര്? നമ്മുടെ കാർഡിയോളജിസ്റ്റ്. സോ ഈ ട്രാൻസ്ഫർ ഓഫ് കെയർ എന്ന് പറയുന്നത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഫീസ് വിസിറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ള കോഡാണ് കൊടുക്കാൻ പറ്റുക. അതുകൊണ്ടാണ് ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യനിൽ മിസ്റ്റർ ജോൺസൺ ഡോക്ടർ മെയ്യറിനെ ആദ്യമായിട്ട് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ മിസ്റ്റർ ജോൺസൺ ആളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ടാണ് ഈ ഡോക്ടർ മെയ്യറിനെ കാണാനായിട്ട് വന്നിട്ടുള്ളത്. അല്ലാതെ ആളുടെ പ്രൈമറി കെയർ ഫിസിഷ്യൻ പറഞ്ഞിട്ടൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഈ ഡോക്ടർ മെയ്യർ ജോൺസനെ പരിശോധിക്കുന്നു. അങ്ങനെ ആൾ MDM ആണ് ഇവിടെ, ഹൈ ലെവൽ MDM ആണ് ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത്. സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഇതൊരിക്കലും ഒരു കൺസൾട്ടേഷൻ അല്ല. കാരണം പേഷ്യൻ്റ് സ്വന്തം ഇഷ്ടപ്രകാരം പുതിയ ഡോക്ടറെ കാണാൻ പോയത് കൊണ്ട്, അത് ഡോക്ടർ മെയ്യറിനെ കാണാൻ വന്നതുകൊണ്ട് ഇതെന്താണ്, ഇത് ഒരു ഓഫീസ് വിസിറ്റിന് ഈക്വലൻ്റ് ആണ്. സോ നമ്മുടെ ഓഫീസ് വിസിറ്റിൽ ന്യൂ പേഷ്യൻ്റ് ആണ് ഇവിടെ ആര്? നമ്മുടെ ജോൺസൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഓപ്ഷൻ ബി വരുന്നത്, ഹൈ MDMൻ്റെ കോഡ് ഓഫീസ് വിസിറ്റിലെ ന്യൂ പേഷ്യൻ്റ്. സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യനിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിച്ചേർന്ന ഈ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് സർജനെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടർ അപ്പം തന്നെ വിളിച്ചു വരുത്തുകയാണ്. കാരണം പേഷ്യൻറ്റിന് ഉണ്ടായിട്ടുള്ള മൾട്ടിപ്പിൾ ഫേഷ്യൽ ഫ്രാക്ചേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതിനും എന്താണ് അതിൽ എടുക്കേണ്ട തീരുമാനങ്ങളെന്ന് അറിയുന്നതിന് വേണ്ടി. അപ്പോൾ EDയിൽ വെച്ച് സത്യം പറഞ്ഞ സർവീസുകളൊന്നും ED ഫിസിഷ്യൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇവിടെ ഈ വിളിച്ചു വരുത്തിയ അതായത് ഈ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയ പ്ലാസ്റ്റിക് സർജനാണ് ഇവിടെ എന്താണ് ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ, അതായത് പരിശോധനകളൊക്കെ നടത്തിയിട്ട് അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് നെക്സ്റ്റ് ഡേയിലേക്ക് തന്നെ ഒരു സർജറി പ്ലാൻ ചെയ്യണം. ഡിസിഷൻ ഫോർ സർജറി അവിടെ വെച്ചുണ്ടാവുകയാണ്. സോ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ട് എന്താണ് ഇവിടെ ഒരു കൺസൾട്ടേഷൻ ഈക്വലൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നടക്കുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് ഇതൊരു ഓഫീസ് വിസിറ്റിലെ കൺസൾട്ടേഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. അല്ലാതെ ED ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ച് ഇവിടെ ഒരു സർവീസും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ED ഫിസിഷ്യൻ്റെ ഭാഗത്തുനിന്ന് ഒരു സർവീസ് കൂടി ഉണ്ടായതായിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്നില്ല. സോ അതുകൊണ്ടാണ് ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആയിട്ട് വരുന്നത്. അതായത് നമുക്ക് EDയിൽ വെച്ചിട്ടുള്ള കൺസൾട്ടേഷൻ ആയതുകൊണ്ട് അത് ഓഫീസ് വിസിറ്റിന് ഈക്വലൻ്റ് ആയ കൺസൾട്ടേഷൻ ആയിട്ട് എടുത്തിട്ട് 50 മോഡിഫയർ വന്ന് ഡിസിഷൻ ഫോർ സർജറി നെക്സ്റ്റ് ഡേയിലേക്ക് തന്നെ ഉള്ളത് കൊണ്ടാണ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ആൻഡമിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിട്ടുള്ള കൺസൾട്ടേഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.